नाम बोल। सुना नहीं क्या? नाम बोल। सोहेल। पैड खोल। ചില സിനിമകൾ നമ്മെ ഒരുപാട് ആഴത്തിൽ സ്പർശിക്കും. പറയുന്ന കഥയുടെ രാഷ്ട്രീയമാണോ, കഥാപാത്രങ്ങളുടെ ഇമോഷണൽ എലമെൻറ്റ്സ് ആണോ, ഏതാണ് നമ്മെ സിനിമയോട് കൂടുതൽ അടുപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും. പറയുന്ന രാഷ്ട്രീയം കൊണ്ട് മാത്രം ഇഷ്ടമായ നിരവധി സിനിമകളുണ്ട്. കഥാപാത്രങ്ങളോട് പ്രണയത്തിലായ സിനിമകളും നിരവധിയുണ്ട്. എന്നാൽ ഇത് രണ്ടും ഒരുപോലെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം ഇഷ്ടമായ സിനിമകൾ വളരെ കുറച്ചേയുള്ളൂ. അത്തരത്തിലുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സിനിമയുടെ പേര് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ. 2002 അപർണ സെന്നിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ. പറയുന്ന രാഷ്ട്രീയം കൊണ്ടായാലും വരച്ചിട്ട കഥാഗതി കൊണ്ടായാലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട് ഈ സിനിമ. ഗുജറാത്ത് വംശഹത്യ, വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, ഇസ്രായേൽ അധിനിവേശം തുടങ്ങി ലോകത്ത് നടക്കുന്ന അക്രമങ്ങളുടെ ന്യൂസ് കട്ടിംഗ് സ്ക്രീനിൽ നിറയുന്നതോടെയാണ് സിനിമ തുടങ്ങുന്നത്. സിനിമ പറയാൻ പോകുന്നത് എന്താണെന്ന് തുടക്കത്തിൽ തന്നെ അപർണ സെൻ പ്രേക്ഷകരോട് പറയുന്നത് ഇങ്ങനെയാണ്. അക്രമത്തിൻ്റെ സീനുകൾ ചിത്രത്തിൽ കുറവാണെങ്കിലും ചോരയുടെ നിറവും മണവും പച്ച മുറിവുകളും കഥാപാത്രങ്ങളെപ്പോലെ പ്രേക്ഷകരെ കഥാന്ത്യം വരെ നിഴലായി പിന്തുടരുന്നുണ്ട്. സംവിധായിക എന്ന നിലയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും അപർണ സെൻ തയ്യാറായിട്ടില്ല എന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഇന്ത്യയിൽ ഹിന്ദുത്വർ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. വർഗീയത മാത്രമല്ല മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ പറയുന്നത്. ജാതീയത, വംശീയത, നോർത്തും സൗത്തും തമ്മിലുള്ള വിഭാഗീയത തുടങ്ങി നിരവധി കാര്യങ്ങൾ സിനിമ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. ഒന്നിനോടും പക്ഷം ചേരാതെ കാണുന്നവർക്ക് തീരുമാനിക്കാം എന്ന രീതിയിലാണ് സിനിമയുടെ ആഖ്യാന രീതിയെങ്കിലും കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർ മനുഷ്യത്വത്തിനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാണ്. കാശ്മീരിലെ ഒരു ബസ് ടെർമിനലിൽ നിന്നാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യരുടെ കഥ തുടങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ബസ്സിലെ യാത്രക്കാരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ ബസ്സിനെ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഒരു മിനിയേച്ചർ എന്ന രീതിയിൽ കാണാവുന്നതാണ്. അങ്ങനെയൊരു കാഴ്ചയും സിനിമ ആവശ്യപ്പെടുന്നുണ്ട്. ആ ബസ്സിൽ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സിഖുകാർ, ജൂതവിശ്വാസി, സൗത്ത് ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻസ് തുടങ്ങി എല്ലാ വിഭാഗക്കാരുമുണ്ട്. ഇതിലൂടെ ഇന്ത്യ എന്ന രാജ്യത്തെ പ്രതീകാത്മകമായി അപർണ സെൻ വരച്ചിടുകയാണെന്ന് പറയാനാകും. ഈ ബസ്സിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഹിന്ദുത്വർ അകത്തുകയറി അന്വേഷിക്കുന്ന ഒരു രംഗമുണ്ട്. വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തെയല്ലേ അപർണ സെൻ 20 വർഷം മുമ്പ് ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത് എന്ന് തോന്നും നമുക്ക്. രംഗം ഇങ്ങനെയാണ്. ബസ്സിൽ കയറിയ ഹിന്ദുത്വർ സംശയം തോന്നുന്നവരുടെ പാൻസ് അഴിച്ച് പരിശോധിക്കും. അതിനിടയിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഹിന്ദുത്വർ ചോദിക്കുമ്പോൾ ഒരാൾ എണീറ്റ് പറയും മുന്നിലിരിക്കുന്ന വൃദ്ധ ദമ്പതികൾ മുസ്ലിങ്ങളാണെന്ന്. ഹിന്ദുത്വർ ആ മുസ്ലിം ദമ്പതികളെ പിടിച്ചു കൊണ്ടുപോകും. പിന്നീട് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവൻ പറയുന്ന വാചകങ്ങളാണ് നമ്മെ ചിന്തിപ്പിക്കുക. ഞാൻ ഒരു ജൂതനാണ്, അവർ എൻ്റെ പാൻസ് അഴിച്ച് പരിശോധിച്ചാൽ മുസ്ലിമാണെന്ന് വിചാരിച്ച് അവരെന്നെ കൊന്നുകളയും. വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന വാചകങ്ങളാണിത്. പ്രത്യേകിച്ച് കേരള പശ്ചാത്തലത്തിൽ സംഘപരിവാരത്തോടൊപ്പം ചേർന്ന് ഇസ്ലാമോഫോബിയ പരത്തുന്ന ന്യൂനപക്ഷ സമുദായങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ വാചകങ്ങൾ. അവരുടെ നിവർത്തികേടാണ് അവർ വിളിച്ചു പറയുന്നത്. ഇങ്ങനെ രാഷ്ട്രീയമായി ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്ന സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ. തീവ്രമായ കാര്യങ്ങൾ വളരെ ശാന്തതയോടെ അവതരിപ്പിക്കാനാകുമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കലാപങ്ങളും വർഗീയ ആക്രമണങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇതൊരു പ്രണയചിത്രമാണ്. എന്നാൽ പ്രണയചിത്രം മാത്രമല്ല ഈ സിനിമ. അതാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യരുടെ വിജയവും. നമുക്കെല്ലാം കണക്ട് ചെയ്യുന്ന വികാരങ്ങളെ സൂക്ഷ്മമായി ചിത്രീകരിച്ചതിനോടൊപ്പം മനുഷ്യത്വം എന്ന കുറെ കൂടി വിശാലമായ കാര്യത്തെയാണ് ഈ സിനിമയിലുടനീളം അപർണ സെൻ എന്ന സംവിധായക വരച്ചു കാണിക്കുന്നത്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ.